ഈസ്റ്റർ വിഷു ഈദ് അതിനെ കുറിച്ചുള്ള സിജോയുടെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ കൈനീട്ടമാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന വരുമാനമാണ് നാട്ടില്. എനിക്ക് കൈനീട്ടം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ നിന്നൊക്കെ ചില്ലറ ഇതുണ്ട്, അവരുടെ കൂടെ കണി അതിനുള്ള ഒരുക്കങ്ങൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. എനിക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ട് ചേർന്ന ഒരു ടീച്ചറും സാറായിരുന്നു താമസിച്ചിരുന്നത്. അവരെല്ലാ വിഷുവിനും നമുക്ക് കൈനീട്ടം തരാറുണ്ട്. വിഷുക്കണി പിന്നെ ശരിക്കും ഈ നമുക്ക് പെരുന്നാളിനും ഇതിനും നമുക്ക് ഒരു പെരുന്നാൾ പണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. പക്ഷെ ബിരിയാണി തന്നിട്ടുണ്ടല്ലോ, ആരും ഇതുവരെ തന്നിട്ടില്ല. ഇതെന്ന് പറയുന്നത് ബിരിയാണിയാണ് അതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഇതിന്റെ അന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. നമ്മള് പറഞ്ഞാല് ഫുഡ് പത്തിരിയും ഇറച്ചിയും ബിരിയാണിയും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി കൂടുന്ന ഒരു സെറ്റപ്പായിരുന്നു. കസഹാപ്പാണ് എനിക്ക് ഈസ്റ്റർ എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മയില്ലാണ്. അയൽവക്കത്തുള്ളൊരു കസഹാപ്പൊക്കെ ഉണ്ടാക്കി തരും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്. ഈസ്റ്ററിന് രാവിലെ പള്ളിയിൽ പോയി അപ്പം സ്റ്റൂ തുടങ്ങും. അങ്ങനെ തുടങ്ങുകയാണ്. എങ്ങനെ ഇപ്രാവശ്യം നമുക്ക് ഇത് നമ്മള് വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷൻ അത് ഈസ്റ്റർ വിഷു ഈദ് ഒരു സെലിബ്രേഷൻ നമുക്ക് എല്ലാവർക്കും കൂടി ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ലക്കിയാണല്ലോ നമ്മൾ മലയാളികൾക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആഘോഷങ്ങള് ഒരു റിലീജിയനും നോക്കാതെ നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സെറ്റപ്പ് ഉള്ളത് മലയാളികൾക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷൻ ഈസ്റ്റർ വിഷു ഈദ് സെലിബ്രേഷൻസ് ഈ വരുന്ന ഏപ്രിൽ 25 ഫ്രൈഡേ നമ്മള് ലോഹഡ് ടൗൺ ഹാളിൽ വെച്ചിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് വരണം, എല്ലാവരും ക്ഷണിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ പ്രാവശ്യം സിത്താരയുടെ പ്രോഗ്രാം വരുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സിത്താരയുടെ പ്രൊജക്ട് മലബാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. വെബ് മീഡിയ ആണ് കൊണ്ടുവരുന്നത്. വെബ് മീഡിയ കൊണ്ടുവരുന്ന ആ പ്രോഗ്രാമും ഉണ്ട്. എനിക്ക് സിത്താരയുടെ ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് നീ മുകിലോ. നല്ല പാട്ട്, അങ്ങനൊരു പാട്ടില്ല. എനിക്ക് പക്ഷെ മറ്റേ നമ്മുടെ അതിനകത്ത് ചെറാതുകൾ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ പാട്ടാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു സന്ദർഭമായിരിക്കും. പിന്നെ എനിക്ക് കുറച്ചുകൂടെ പൊളിക്കാൻ പറ്റും. ഒന്ന് ലോവർ ടൗൺ ഹാള് നല്ലൊരു ടൗൺ ഹാളാണല്ലോ, നല്ല ആംബിയൻസ് ഉള്ള കറക്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പറ്റിയ രീതിയിലുള്ള ഒരു ഹാളാണ്. അതെ. നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാനുള്ളവരെല്ലാവരും ടിക്കറ്റ് ഉടനെ തന്നെ എടുക്കുക. $25, പിള്ളേർക്ക് $15. അപ്പൊ വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ടിക്കറ്റിംഗ് ആണ്. അപ്പൊ എല്ലാവരും ടിക്കറ്റ് എടുക്കുക. നമുക്ക് 25-ാം തീയതി എല്ലാവർക്കും കൂടി അടിപൊളിയായിട്ട് കൂടാം.